എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇതാ മഴയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മെല്ലനെ പുറത്തിറങ്ങി നോക്കിയിട്ടുണ്ട്. വാ ഒരാളെ കാണിച്ചു തരാളെ ഗൈസ്. നമ്മൾ മഴ നിന്നപ്പോൾ ഒന്ന് മെല്ലനെ നമ്മുടെ പറമ്പത്തെല്ലാം ഒന്ന് കറങ്ങാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അല്ലേ യേശു? നമ്മളെ ചെടികളെല്ലാം ഫുള്ള് ഞാൻ മാറ്റിയിട്ട് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കാലോ, ഏതെല്ലാം പോയിട്ടുള്ളതെന്നൊന്നും അറിയില്ല. മഴയായതുകൊണ്ട് ഇപ്പം കുറച്ച് നാളായിട്ട് ചെടികളെ കാര്യമൊന്നും ശ്രദ്ധിക്കാറേ ഇല്ല. അപ്പോൾ കുറേ എണ്ണം ചീഞ്ഞിട്ടെല്ലാം പോയിട്ടുണ്ട്. നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഗാർഡൻ ചെറുതായിട്ടൊന്ന് മൊത്തത്തിലൊന്ന് കവർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ കൂട്ടുകാരെ, ഇതാണ് എൻ്റെ ഒരു കൊച്ചു കൊട്ടാരം എന്ന് പറയാം. അപ്പം ഇതാണ് കേട്ടോ വീട്. അപ്പോൾ നമ്മുടെ പണ്ടത്തെ തറവാട് വീട് പോലത്തെ വീടാണ്. ഇപ്പോൾ കണ്ണൂർ ഏരിയ ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ടൈപ്പ് വീട് സുലഭമായിട്ട് കാണാൻ പറ്റും. കണ്ണൂർ ഭാഗത്ത് മാത്രമേ കാണാൻ പറ്റൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള നേരെ എൻട്രൻസ് ആണ്. അപ്പം മുറ്റത്ത് നമ്മൾ നിറയെ ജെല്ലി അതായത് ഇട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം വന്നു കഴിഞ്ഞാൽ ഭയങ്കര ഉറവായിരിക്കും, മുറ്റത്തൊക്കെ വെള്ളമായിരിക്കും. അപ്പോൾ അതാ കണ്ടോ, സൈഡിലേക്ക് കൂടി എല്ലാം വെള്ളത്തിന് ഒഴുക്കി വിടാൻ വേണ്ടിയിട്ട് സൈഡിലെല്ലാം ഓരോ ഇത് ചാല് പോലെ നമ്മൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മൊത്തത്തിലൊരു വ്യൂ. അപ്പോൾ നമ്മുടെ കോനായി എന്ന് പറയും. അപ്പം നമ്മുടെ പിന്നെ വരാന്തയിൽ ആ ഒരു സ്റ്റെപ്പിൻ്റെ രണ്ട് മുകളിലും താഴെയായിട്ട് നിറയെ ഞാൻ ചെടികൾ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹാങ്ങിങ് ബോർഡ്സിൽ നമ്മുടെ മണി പ്ലാന്റ്സ്, ശരിക്കും പല തരത്തിലുള്ള ഹാങ്ങിങ് ബോർഡ്സ് ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ. അത് പക്ഷേ കുറേ അത് കഴിഞ്ഞേരം എല്ലാം പോയി. പിന്നെ ഞാൻ എന്ത് ചെയ്തു, എല്ലാ പോർട്സിലും നമ്മുടെ മണി പ്ലാന്റ് ആക്കി. അതുപോലെ തന്നെ വീടിന് ചുറ്റും ഞാൻ ഒരുപാട് ചെടികൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നല്ലൊരു ചെടിപ്രാന്തി തന്നെയാണ്. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കാട്ടിലെല്ലാം കാണുന്ന പല തരത്തിലുള്ള ചെടികൾ, നല്ല പൂക്കളുള്ളതും ഇലകളുള്ളതെല്ലാം ഉള്ളതൊക്കെ ഞാൻ പൊരിച്ചുകൊണ്ട് നടാറുണ്ട്. പിന്നെ ഞാൻ കുറേ ചെടികൾ പ്ലാന്റ്സ് കളക്ട് ചെയ്യാൻ തുടങ്ങി. കളക്ട് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നഴ്സറിയിൽ പോയിട്ട് പ്ലാന്റ് വാങ്ങാനും തുടങ്ങി. പിന്നെ ഞാൻ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് ഓരോ വീടുകളിലെല്ലാം പോകുമ്പോൾ ചെടികൾ കണ്ടാൽ പിന്നെ ഒരു ഉളുപ്പില്ലാണ്ട് ചോദിക്കാൻ തുടങ്ങി. പക്ഷേ ചില ആൾക്കാർ നമുക്ക് ചോദിക്കുമ്പോൾ തന്നെ വേഗം തരും കേട്ടോ. ചിലവർക്ക് താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ അങ്ങനെയുള്ള ആൾക്കാരെ നോക്കി മാത്രമേ ഞാൻ ചോദിക്കാറുള്ളൂ. പക്ഷേ ഞാൻ അങ്ങനെയല്ല. എൻ്റെ കയ്യിലുള്ള ചെടികൾ ആര് വന്ന് ചോദിച്ചാലും ഞാൻ അതിൻ്റെ അകത്തുനിന്ന് ഒരു കട്ടിങ്സ് എങ്കിലും ഞാൻ കൊടുക്കാണ്ടിരിക്കില്ല. കാരണം ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത്, നമ്മുടെ കയ്യിലുള്ള ആ ഒരു ചെടീൻ്റെ ഒരു കട്ടിങ്സ് കൊടുത്ത് അത് വേറെ ഒരു സ്ഥലത്ത് അവർ പിടിപ്പിക്കുന്നതല്ലേ. അപ്പോൾ എൻ്റെ കയ്യിലുള്ള നശിച്ചു പോയാലും നമുക്ക് അവരുടെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്യാലോ എന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ എല്ലാവർക്കും ചെടികൾ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ എൻ്റെ അടുത്ത് ഒരുപാടുണ്ട് കേട്ടോ ചെടികൾ. പല വെറൈറ്റി കളക്ഷൻസ്, നമ്മുടെ കോളിയാസിൻ്റെ കളക്ഷൻസ്, അരേലിയ, അതുപോലെ തന്നെ നമ്മുടെ ബിഗോണിയ, അങ്ങനെ ഒരുപാട് കളക്ഷൻസ് മണി പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം മഴയായതുകൊണ്ട് തന്നെ ഇതൊന്നും റീപ്പോർട്ട് ചെയ്യാനെല്ലാം ഉള്ള സാഹചര്യവും ഇല്ല. കാരണം മഴയത്ത് നട്ടാൽ കുറേയൊക്കെ ചീഞ്ഞിട്ടൊക്കെ പോകും. പിന്നെ നമ്മുടെ മുറ്റത്ത് തന്നെ ഒരു നല്ലൊരു പന്തലും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പം മഴയായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ആ ഒരു പയർ, അതുപോലെ തന്നെ നമ്മുടെ താലോലി, അതുപോലെ എന്താ പറയുക, നമ്മുടെ പടവലങ്ങ, അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ, കോവക്ക ഒക്കെ നട്ടിട്ടുണ്ടായിന്. അപ്പോൾ ഒരുപാട് നമുക്ക് ഇപ്രാവശ്യം കിട്ടിയിട്ടുണ്ടായിന് വിളവ്. ശേഷം മഴ വന്നതിന് ശേഷം പിന്നെ അതിൻ്റെ ആ ഒരു കായ പിടുത്തമൊക്കെ കുറഞ്ഞു. ഇപ്പോൾ ഇത് കണ്ടു, നല്ല അടിപൊളി ചെടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീടിന് ചുറ്റും ചെടി വീട് എന്ന് തന്നെ പറയാം. അങ്ങനെ ചെടികളുണ്ട്. പക്ഷേ ഇപ്പം ഞാൻ മഴ ആയതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കാറില്ല കേട്ടോ.